ഹലോ. സോ നമ്മൾ ഇനി മോളിക്കുലർ ഓർബിറ്റൽ അപ്രോച്ച്, അതായത് നമ്മൾ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് കണ്ടിരുന്നു. ആ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസിൽ ഒരു സ്റ്റീരിയോ സ്പെസിഫിക് നേച്ചർ ഉണ്ടെന്ന് കണ്ടു. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഹൗ ആർ യു എക്സ്പ്ലെയിനിങ് ദാറ്റ്. നോ അവിടെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ടൈപ്പ് ഓഫ് റൊട്ടേഷൻസ് ആർ പോസിബിൾ. ദാറ്റ് ഈസ് യു ക്യാൻ ഹാവ് കോൺ റൊട്ടേറ്ററി ആൻഡ് യു ക്യാൻ ഹാവ് disrotatory. Now ഈ കോൺ റൊട്ടേറ്ററി നമ്മൾ ഒരു എസ്പെഷ്യലി വെൻ യു ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പ്സിൽ നമ്മൾ കോൺ റൊട്ടേറ്ററി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇസ് എ ട്രാൻസ് പ്രോഡക്റ്റ് ആൻഡ് ഡിസ്റൊട്ടേറ്ററിയിൽ നമുക്ക് കിട്ടുന്നത് സിസ് പ്രോഡക്റ്റ്. ഇത്രയും വരെയാണ് ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയുള്ളൂ. ഓക്കെ. നൗ നമ്മൾ ഒരു റിയാക്ഷൻ യഥാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ദാറ്റ് ദ എക്സ്ക്ലൂസീവായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഇസ് ദ സിസ്. ആരുടെ കേസിൽ? ഇൻ ദ കേസ് ഓഫ് വെൻ ഐ എം ടേക്കിംഗ് ഹെക്സാ ട്രൈൻസ്. ഓക്കെ, ഹെക്സാ ട്രൈൻസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മെയിൻ പ്രോഡക്റ്റ് ഇസ് സിസ്. നമുക്ക് ട്രാൻസ് കിട്ടാറേ ഇല്ല. ഇത് എങ്ങനെയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് വെച്ചാൽ, വൈ ഇസ് ഇറ്റ് ദറ്റ് യു ആർ സീയിങ് ഓൺലി സിസ് പ്രോഡക്റ്റ് ആൻഡ് അപ്പോൾ റൊട്ടേഷൻസ് രണ്ട് രീതിയിലാവാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ മോളിക്കുലർ ഓർബിറ്റൽ, അതായത് ആ മോളിക്കുലർ ഓർബിറ്റൽസ് നോക്കിയിട്ട് നമ്മൾ വൈ വി സി സം പെർട്ടിക്കുലർ റിയാക്ഷൻ, അതിൽ നമ്മൾ പറയുന്നത് ദിസ് ഇസ് അലൗഡ് ആൻഡ് ദി അതർ വൺ ഇസ് ഫോർബിഡൻ. ഓക്കെ, അതായത് ഒരു സിസ് നമുക്ക് സിസ് ഐസോമർ കിട്ടുന്നത് അലൗഡ് ആണ്, ദി അതർ വൺ ഇസ് ഫോർബിഡൻ. ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ഓർബിറ്റൽസ് ഓഫ് റിയാക്റ്റൻസും പ്രോഡക്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുമ്പ് ആദ്യം ഞാനൊരു നോഡ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് ഒരു ഓർബിറ്റൽ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് ദ പി ഓർബിറ്റൽസ്. സോറി, സോ ഒരു പി ഓർബിറ്റൽ നമുക്ക് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, and if I have a p orbital needed ഒന്ന് വരയ്ക്കാൻ, I know that I have something called ഈ പ്ലസ്സും മൈനസ് നമ്മൾ ഇടും. ആൻഡ് അതായത് ചില കേസിൽ ജനറലി ഞാൻ ഒക്കെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യും, വൺ ലോബ് ഇസ് ഷെയ്ഡഡ് ആൻഡ് ദി അതർ വൺ ഇസ് അൺഷെയ്ഡഡ്. ഇതിനാണ് നമ്മൾ ഫേസ്, ഇതൊരു ഫേസ് ആണ്, അതിൻ്റെ സൈനാണത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ക്വാഡ്രൻറ്റിൻ്റെ പോസിറ്റീവ് ക്വാഡ്രൻറ്റും നെഗറ്റീവ് ക്വാഡ്രൻറ്റിൽ നിൽക്കണോണ്ടാണ് വി സേ ദിസ് ഇസ് ഇറ്റ് ഹാസ് എ ഫേസ് ദിസ് തിങ്. അനദർ തിങ് ഇസ് ദർ ഇസ് സംതിങ് കോൾഡ് നോഡ്. ഈ നോഡ് എന്താ വെച്ചാൽ ഈ ദിസ് പോയിന്റ്. ഓക്കെ ഓക്കെ, സോ ഇഫ് ഐ ടേക്ക് ഇപ്പോൾ രണ്ട് പി ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ടാണല്ലോ നമുക്കൊരു ബോണ്ട് ഉണ്ടാവണത്. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് ദീസ് ടു. ഇതൊരു സിഗ്മ ബോണ്ടായിട്ട്, സോ ഇത് രണ്ടും ആ പോസിറ്റീവ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് എ സിഗ്മ ബോണ്ട്. ദിസ് ഇസ് മൈ സിഗ്മ ബോണ്ട്. സിഗ്മ ഓവർലാപ്പാണ്. ആൻഡ് ദീസ് ആർ മൈ നോഡ് പോയിൻറ്റ്സ്. ഓക്കെ, അതുപോലെ ഒരു പൈ ഓർബിറ്റലിൻ്റെ ഓവർലാപ്പ് ഇസ് ലാറ്ററൽ ഓവർലാപ്പ്. നമ്മൾ അങ്ങനെയാണല്ലോ പറയുക, ഇങ്ങനെ ലാറ്ററൽ. ഇത് ഹെഡ് ഓൺ ഓവർലാപ്പ്. ഈ ലാറ്ററൽ ഓവർലാപ്പിൽ വരുമ്പോൾ ദിസ് ഇസ് മൈ നോഡ് റീജിയൻ നടുക്കിൽ. ഓക്കെ, ആൻഡ് ഹിയർ യു വിൽ സീ ദാറ്റ് പോസിറ്റീവ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ബോണ്ടിങ് ഓർബിറ്റൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ് മീ ടേക്ക് ദ കേസ് ഓഫ് ഹെക്സാട്രൈൻ. ഓക്കെ, so I hope you understood what is a node. So node എന്ന് പറയുന്നത് is the point in an orbital where there is no electron density or no probability of finding the electron എന്നാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി പറയുന്നത്. അവിടെ ഒരു ഒന്നുമില്ല, അവിടെ ഒരു സീറോ ഒരു വേവ് ഫങ്ഷൻ്റെ ഇതിൽ പറയുമ്പോൾ there is nothing there. That is what we mean by node. Okay, now let me go to the case of hexatriene. I have already drawn it.
Okay, now ഇത് if you see now ഈ കേസിൽ ആദ്യത്തെ ഇത് ഞാൻ നോക്കുമ്പോൾ let me go for a disrotatory. Okay, ഇപ്പോൾ disrotatory എന്ന് പറഞ്ഞാൽ see this orbitals, these are the orbitals ട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ I'll just explain that. So I have the orange line denotes my carbon chain and അതിലുള്ള p orbitals അത് unhybridized p orbitals നമ്മൾ you say that they are കണ്ടോ lateral overlap ആണ്. So that's the pi charge cloud. I know ഇത് ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. see ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊരു ഡീലോക്കലൈസ് സിസ്റ്റമാണ്. അതാണ് ഇവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പച്ച ഇങ്ങനെയാണ് ഇറ്റ് ഇസ് ഡീലോക്കലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ് മൂവ്സ് ഫ്രം കാർബൺ 1 to 6 ആൻഡ് ബാക്ക് ഫ്രം 6 to 1. സോ ഇത് ഐ എം ഗോയിങ് ടു ഗോ ഫോർ സോ ദ p ഓർബിറ്റൽസ് ഇങ്ങനെ അപ്രൈറ്റ് ആണ്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഗോ ഫോർ എ disrotatory. So this is disrotatory. So this p orbital should move to this side. കണ്ടോ, അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് മൂവ്സ് ടു ദിസ് സൈഡ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ഇവിടെ വന്ന് ഫൈനലി ഐ ആം ഗെറ്റിംഗ് ഇറ്റ് ഇൻ ദിസ് അലൈനിങ് ഇൻ ദിസ് ഫാഷൻ ഫോർ എ ഓവർലാപ്പ്. ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ രണ്ടുള്ള ആ ഗ്രൂപ്പ്സ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാറുന്നത്. ഓക്കെ, നൗ യു സി ആ റൊട്ടേഷൻ ഒന്ന് ഫീൽ ഒന്ന് ട്രൈ ടു ഇമാജിൻ ഇറ്റ്. റൊട്ടേറ്റ് ചെയ്ത് വന്ന് ഇങ്ങടെ ഈ ഒരു പ്ലേനാർ പൊസിഷനിൽ ഈ p ഓർബിറ്റൽസ് വന്നപ്പോൾ ആ രണ്ട് ദിസ് ഷുഡ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഫൈൻ. So this is what is happening in my disrotatory. ഇനി ഞാൻ conrotatory നോക്കാം. This will come here and conrotatory means it should go in the same direction. So ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ this will come in this direction. Okay, so this is my conrotatory. അപ്പോൾ ആ അതായത് സി ഇഫ് യു വോണ്ട് ടു ലുക്ക് ഇറ്റ് ഫ്രം ദ സെയിം പോസിറ്റീവ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ സെയിം ഡയറക്ഷൻ കണ്ടോ. പക്ഷേ എനിക്ക് ഈ മൂവ്മെൻറ്റ് ഈ ലോബാണ് താഴത്തെ ലോബിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചത്. ബട്ട് യു ക്യാൻ സീ ദറ്റ് ഇറ്റ് ഇസ് കോൺറൊട്ടേറ്ററി. ഇങ്ങനെയാണല്ലോ സൈക്ലിക് മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇറ്റ് ഇസ് കോൺറൊട്ടേറ്ററി. സോ ദിസ് ഇസ് മൈ കോൺറൊട്ടേറ്ററി. സോ ഈ കോൺറൊട്ടേറ്ററി ആയിട്ട് പോകുമ്പോൾ വാട്ട് ഐ വിൽ സീ ഇസ് ദാറ്റ് ഈ ദ നെഗറ്റീവ് ലോബ് ഇസ് കമ്മിങ് അപ്പ്. സോ ഇതൊരു ആൻറ്റി ബോണ്ടിങ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഇത്. നമ്മൾ ഈ രണ്ടെണ്ണം കാണുന്നത് അതിൽ ഇത് ഫേവേർഡ് ആണ് ആൻഡ് ദിസ് ഇസ് ഡിസ്ഫേവേർഡ്. So I hope you understand. So ഒരു ആൻറ്റി ബോണ്ടിങ് സ്റ്റേറ്റിലേക്ക് വരുന്നതുകൊണ്ടാണ് ദിസ് ഇസ് നോട്ട് ബീയിങ് ഫേവേർഡ്. ഓക്കെ, സോ ഡിസ്റൊട്ടേറ്ററി മോഷനിലാണ് CH2 ഗ്രൂപ്പ്സ് റൊട്ടേറ്റ് ചെയ്ത് ആ പോസിറ്റീവ് ലോബ്സ് ഇൻറ്ററാക്ട് ചെയ്ത് ഒരു ബോണ്ടിങ് സ്റ്റേറ്റിലേക്ക് പോസിറ്റീവ് ഓവർലാപ്പ് സ്റ്റേറ്റിലേക്ക് വരുന്നത്. കോൺറൊട്ടേറ്ററിയിൽ ഇത് ഒരു അൺഫേവറബിൾ അതായത് എനർജറ്റിക്കലി ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇറ്റ് ഒരു യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ആൻറ്റി ബോണ്ടിങ് സ്റ്റേറ്റ്. എപ്പോഴും ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ആർ ഹയർ ദെൻ ബോണ്ടിങ് ഓർബിറ്റൽസ്. അതുകൊണ്ട് മാത്രമാണ് ഒരു എനർജറ്റിക്കലി ഫേവറബിൾ കണ്ടീഷൻ ഓർ എനർജറ്റിക്കലി അല്ല ഇൻ ടേംസ് ഓഫ് ഓവർലാപ്പ് കണ്ടീഷൻ ഇറ്റ് ഈസ് ദി disrotatory and that is more favored, even though thermodynamically നമ്മൾ പറയുമ്പോൾ ട്രാൻസ് ആണ് ഫാർ മോർ സ്റ്റേബിൾ. നമ്മളെപ്പോഴും പറയില്ലേ സിസും ട്രാൻസിൽ തമ്മിൽ ക്രൗഡിങ് ഒക്കെ വരുന്ന സിസ് ഇതിലാണ്. അപ്പോൾ അതൊരു എനർജറ്റിക്കലി സിസ് ഐസോമേഴ്സ് ആർ ജനറലി തെർമോഡൈനാമിക്കലി ഹയർ ആണെങ്കിലും പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ കുറച്ചുകൂടി തെർമോഡൈനാമിക്കലി ഹയർ സ്റ്റേറ്റിലാണെങ്കിലും കൂടിയും ഇത് ഫോർമേഷൻ നോക്കുമ്പോൾ ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ ഇതിൽ നോക്കുമ്പോൾ ദ മോളിക്കുലർ ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുന്ന രീതി ഒരു പോസിറ്റീവ് ഓവർലാപ്പ് വരുന്നത് ഡിസ്റൊട്ടേറ്ററി ആണ്. അതുകൊണ്ട് വരുന്ന പ്രോഡക്റ്റ് സിസ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നൗ നമുക്ക് യു ക്യാൻ കൺസിഡർ ദ മോളിക്കുലർ ഓർബിറ്റൽസ്. ഓക്കെ, ആൻഡ് ഇവിടെയാണ് ദിസ് ഇസ് വെയർ വി ടോക്ക് അബൌട്ട് ദി ഹക്കിൾ-മോബിയസ് മോളിക്കുലർ ഓർബിറ്റൽ അപ്രോച്ചിൻ്റെ ഓർബിറ്റൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് പെരിസൈക്ലിക് റിയാക്ഷൻസിൽ നമുക്ക് യു വിൽ ഐദർ ഹാവ് എ മോബിയസ് ഓർ എ ഹക്കിൾ എറേ ഓഫ് ഓർബിറ്റൽസ്.
ഈ കോൺ റൊട്ടേറ്ററി ഇൻ ജനറൽ നമ്മുടെ കോൺ റൊട്ടേറ്ററി, okay, my con rotatory signifies to a or leads to a Mobius array of orbitals, and a disrotatory എന്ന് പറയുന്നത് gives you a Huckel array of ഓർബിറ്റൽസ്. ആ അരോമാറ്റിസിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഹക്കിൾ അരോമാറ്റിസിറ്റി കൂടുതലായിട്ട് നമുക്ക് അവിടെ നോക്കാം. ജസ്റ്റ് റൈറ്റ് നൗ ഇൻ കൺസേൺസ് വിത്ത് പെരിസൈക്ലിക് റിയാക്ഷൻസ് ഓൾ യു നീഡ് ടു നോ ഇസ് ദിസ് ദാറ്റ് കോൺ റൊട്ടേറ്ററി ഗിവ്സ് യു Mobius array, whereas disrotatory gives you the Huckel array. Now here you must know that, see, I have drawn this for you. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഓർബിറ്റൽസിൻ്റെ ഒരു എറേയാണ് ഞാനിവിടെ മൂന്നെണ്ണത്തെ ഐ ഹാവ് കമ്പയർഡ് ഇറ്റ് ടു ബെൻസീൻ. ഓക്കെ, നോഡ്സും പറയുന്നുണ്ട്. ഇൻ ഓൾവേസ് യു മസ്റ്റ് റിമെമ്പർ, സി മൊബിയസിൽ ഇവിടെ നോക്കൂ ഇങ്ങനെ വരുന്നത്, വെൻ യു ഹാവ് എ ഓവർലാപ്പ് ഓഫ് എ ആൻറ്റി ബോണ്ടിങ് ദർ വിൽ ഓൾവേസ് ബി വൺ നോഡ്. ഓക്കെ, ഈ കേസിൽ between the bonding state in there will be the zero node. So always remember when you start with the Huckel and the benzene, you will have a zero node there, and then you will go to one node, two node. ഇത് ഓർബിറ്റൽ ഡയഗ്രാമിൽ കണ്ടിട്ട് അതിൽ എത്ര നോഡ്സ് ഉണ്ട് എന്ന് നോക്കി പറയുന്നതാണ്. സോ ദാറ്റ് just remember like that, okay, because you don't have too much depth of അത്രയും ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് just remember that there is Huckel array, Mobius array and benzene array. അതിൻ്റെ array, അതായത് അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജി വൈസ് ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത്. Mobius will start with the one node. Mobius array ഇങ്ങനെയുള്ള array വരുന്നത് കോൺ റൊട്ടേറ്ററിക്കാണ്. ഓക്കെ, കോൺ റൊട്ടേറ്ററിക്കാണ് ഇങ്ങനൊരു array വരുന്നത്. ഇങ്ങനൊരു array വരുന്നത് ഡിസ്റൊട്ടേറ്ററിക്കാണ്. നൗ ഹൗ ഡു യു നോ ദാറ്റ് ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ വെദർ ഇറ്റ് വിൽ ഗോ ത്രൂ ദ കോൺ റൊട്ടേറ്ററി മോഡ് ഓർ ദി ഡിസ്റൊട്ടേറ്ററി മോഡ്? ഇത് അറിയണത് ദർ യു ഹാവ് ടു ഗോ ഫോർ എ സിസ്റ്റം. ദാറ്റ് ഈസ് നമ്മൾ 4n+2 ഇലക്ട്രോൺ സിസ്റ്റം ആണെങ്കിൽ, ഓക്കെ, ജനറലി 4n+2 ഇലക്ട്രോൺ സിസ്റ്റം, അതായത് യു ടേക്ക് ദ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ പൈ ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട്, ആൻഡ് ഇഫ് ഇറ്റ് ഗോസ് ഇൻ ദ 4n+2, ഇത് കൂടുതൽ നമ്മൾ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ഇൻ ടു എക്സ്റ്റെൻസീവ് as to what is this 4n+2 system, 4n system at when we deal with aromaticity. So just remember right now this, that 4n+2 system, that is നമുക്ക് ഇവിടെ 1 ring, where n is the number of rings. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ സൈക്ലിക് വരുന്നത് ഒറ്റ റിംഗ് അല്ലേ. സോ 4 × 1+2 പറയുന്ന 6 ഇലക്ട്രോൺ. അപ്പോൾ ഒരു 6 പൈ ഇലക്ട്രോൺസ് ആണ് വരണേ വെച്ചാൽ, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് Huckel array, അതായത് 4n+2 ആണോ നോക്കുക, അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ നോക്കുക. Huckel array ആണെങ്കിൽ ഇറ്റ് ഈസ് അലൗഡ്. Huckel array ആണ് allowed. Okay, which means disrotatory ആണ് favor ചെയ്യുന്നത്. Mobius array is forbidden. In the 4n electron system, okay, 4n electron system, again you go for the H and M array. അതിൽ Huckel array is forbidden and Mobius array is allowed, and that is what you will see. So in the case if you are taking for example 1,3-butadiene, right, 1,3-butadiene system നമ്മൾ എടുക്കുമ്പോൾ you will see that it will go through the 4n system. അപ്പോൾ അവിടെ കോൺ റൊട്ടേറ്ററി ആണ് ഫേവർ ചെയ്യുന്നത്, ആൻഡ് യു വിൽ ഗെറ്റ് ദ ട്രാൻസ് പ്രോഡക്റ്റ്. ഓക്കെ, നേരെ മറിച്ച് ഹെക്സാട്രൈൻസ് ഒക്കെ എടുക്കുമ്പോൾ യു വിൽ സീ ദാറ്റ് Huckel array ആണ്, ഇറ്റ് ഈസ് ദ 4n+2 സിസ്റ്റം. Huckel array ആണ് ഫേവർ ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ഇസ് വൈ യു വിൽ സീ disrotatory motion, and there you will get the cis isomer.
Now take the case where ഒരെണ്ണം ഞാൻ എടുക്കാം. That is, let me take the case of EZZE. Okay, EZZE deca. ഇപ്പോൾ 10 കാർബൺ ഉണ്ട്. 2, 4, 6, 8, അതായത് 2, 4, 6, 8ാമത്തെ പൊസിഷനിൽ ഒരു ടെട്രാഈൻ. സോ ഡബിൾ ബോണ്ട്, 4 ഡബിൾ ബോണ്ട് ഉള്ള സ്പീഷീസാണ്. ആൻഡ് ഇവിടെ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് 7,8 ഡൈമീഥൈൽ cyclo-octa 1,3,5 triene. Okay, in this case now ഇത് എനിക്ക് സിസ്സു ആവാം ട്രാൻസു ആവാലോ, 2 പ്രോഡക്റ്റ് എനിക്ക് കിട്ടാം, ബിക്കോസ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ടഡ്, റൈറ്റ്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നോക്കൂ എത്ര ഉണ്ട്, 1 റിംഗ് ആണ്. സോ 4n+2 നോക്കൂ. സോ 4 × 1 + 2, it should have 6 electrons. But in this case, see, 4 × 1. Okay, you're taking here 4 × 1 and you're getting 4n system. Generally this is a 4n system because you are having number of electrons as how much, you should have 4, 8 അങ്ങനെയൊക്കെ ആ നമ്പറിൽ പോണ ഇലക്ട്രോൺ കൗണ്ടാണ് പോണത്. ആൻഡ് യു വിൽ സീ ദാറ്റ് ഇൻ ദിസ് കേസ്, okay, you are having 2, 4, 6, 8 number of electrons, and here the trans isomer ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് ഈസ് 4n electrons ആണ്. അപ്പോൾ കോൺ റൊട്ടേറ്ററി മോഷൻ ആണ് ഇവിടെ കാണുന്നത്. thermal electrocyclic reaction will not go through the disrotatory motion. So this is what you have to remember. See, don't worry about the aromaticity rule, that you can look very much in when we discuss aromaticity. Okay then, with that our electrocyclic reactions are done, and we go on to the cyclo addition. That will be in the next video. Thank you.